സദാ സമയത്തും മുഴങ്ങുന്നൊരു മദ്ഹുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹൊന്ന് മാത്രമാണ്. എന്താണ് ഈ ആയത്തിനെ മഹാന്മാര് വിവക്ഷിച്ചത്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ, എന്നെ പറയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും തങ്ങളെയും പറയപ്പെടും നബിയേ. എവിടെയെല്ലാം അള്ളാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയപ്പെടണം. അല്ലാതെ ഒരു സംഗതി പൂർത്തിയാകില്ല. വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്ന ഖത്തീബ് ഹംദ് മാത്രം ചൊല്ലിയിട്ട് ഖുത്ബ നിർവഹിച്ചാൽ ഖുത്ബ സ്വഹീഹല്ല. ഹംദിന്റെ ശേഷം സ്വലാത്തും ചൊല്ലണം. നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നിസ്കാരത്തിൽ അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ആ അഭിവാദ്യം കഴിഞ്ഞ ഉടനെ ലോകത്തിന്റെ നേതാവിന് സലാം പറയുന്നു. ആ ഒരു സലാം പറയാതെ ഇവിടെ നിസ്കരിക്കാൻ ആർക്കും കഴിയില്ല. നിസ്കാരത്തിന് മുമ്പും മറ്റു സന്ദർഭങ്ങളും ബാങ്ക് വിളിക്കുമ്പോ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യപ്പെടുത്തൽ കൊണ്ട് മാത്രം ബാങ്ക് പൂർത്തിയാകൂല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 24 മണിക്കൂറും ഈ ഒരു ശബ്ദം ലോകത്ത് മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ക് മുഴങ്ങാത്ത ഒരു സമയം ലോകത്തില്ല. നിസ്കാരം നടക്കാത്തൊരു സമയവും ലോകത്തില്ല. 24 മണിക്കൂറും ഇടതടവില്ലാതെ ഭൂമിയിൽ നടത്തപ്പെടുന്ന കർമ്മമായ നിസ്കാരം. ആ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പുകഴ്ത്തുന്നു. അവിടത്തേക്കൊരു സലാം പറയാതെ കൃത്യമായും ആ സലാം കൊടുക്കാതെ ഒരാൾക്കും നിസ്കാരം ലഭിക്കില്ല.